ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ 7-8 വീഡിയോ മണമ്പൂർ ക്ഷേത്രത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. ചിലരെങ്കിലും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മണമ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുൻപ് ചിറയൻകീഴ് താലൂക്ക്, ഇപ്പോൾ വർക്കല താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമമാണ് എൻ്റെ ജന്മനാട്. ആ നാട്ടിൽ വളരെ പുരാതനവും വളരെ മനോഹരവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതുമായ ഒരു മഹാക്ഷേത്രമുണ്ട്, മണമ്പൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച് ഞാൻ 7-8 വീഡിയോകളിലൂടെ യൂട്യൂബിൽ ഇട്ടിരുന്നു. ആ വിഷയത്തിൽ ചില അപ്ഡേഷനുകൾ നടത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ ക്ഷേത്രം 1970 വരെ ഒരു മാനേയിങ് ട്രസ്റ്റിയുടെ ഭരണത്തിലായിരുന്നു. മാനേയിങ് ട്രസ്റ്റിയെ നിയമിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു. കാരണം ഈ ക്ഷേത്രം സർക്കാർ വക ക്ഷേത്രമായിരുന്നു. 1943 മുമ്പ് ഈ ക്ഷേത്രം രാജാവ് ചുമതലപ്പെടുത്തിയ 3-4 ബ്രാഹ്മണ കുടുംബങ്ങളാണ് നടത്തിയിരുന്നത്. അവരുടെ കെടുകാര്യസ്ഥത മുതൽ 1943 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ആ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരു നാട്ടുകാരനായ ഒരാളെ മാനേജിംഗ് ട്രസ്റ്റിയായി നിയമിക്കുകയും ചെയ്തു. ഈ മാനേജിംഗ് ട്രസ്റ്റി ആണ് 1970 വരെ ഈ ക്ഷേത്രം ഭരിച്ചിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ 1951 ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടായി. അന്ന് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് അന്ന് ഏറ്റെടുത്തില്ല. കാരണം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ട്രസ്റ്റി ഭരണം 1970 മാനേജിംഗ് ട്രസ്റ്റി മരിക്കുന്നതുവരെ നടന്നു. മാനേജിംഗ് ട്രസ്റ്റി മാനേജിംഗ് ട്രസ്റ്റി ഒരു മാനേജറെ നിയമിച്ചാണ് ഈ ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം നേരിട്ടല്ല. ക്ഷേത്രത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ടായിരുന്നു. കരയും പുരയിടവും വയലുമായിട്ടൊക്കെ ഒരുപാട് ഏക്കർ ഭൂമികളുണ്ടായിരുന്നു. ഈ ഭൂമികൾ പാട്ടത്തിനും പാതിവാരത്തിനും കൊടുത്താണ് ഈ ക്ഷേത്രം ആ പാട്ടവും പാതിവാരവും പിരിച്ചെടുത്ത് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ 1970 കാലത്ത് മാനേജിംഗ് ട്രസ്റ്റിയും അടുത്ത് തന്നെ മാനേജരും മരിച്ചപ്പോൾ ഈ ക്ഷേത്രഭൂമികളിൽ കൃഷി ചെയ്യുന്നവർ ക്ഷേത്രത്തിനൊന്നും കൊടുക്കാതെയായി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിന്നു. പൂജാതി കാര്യങ്ങളെല്ലാം മുടങ്ങി. 2 കൊല്ലത്തോളം ഈ ക്ഷേത്രം വളരെ അനാഥാവസ്ഥയിൽ കിടന്നു. അന്ന് ചെറുപ്പക്കാരായിരുന്ന ഞങ്ങൾ, എൻ്റെ മേൽനോട്ടത്തിൽ ഞങ്ങളൊരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ആ പുനരുദ്ധാരണ കമ്മിറ്റി 2 കൊല്ലം പ്രവർത്തിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരെ ആക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് ക്ഷേത്രത്തിന് കൊടുത്തിരുന്ന പാതിവാരവും പാട്ടും എല്ലാം നാട്ടുകാർ നിർത്തിവെച്ചിരുന്നു. അവരോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു, പാട്ടവും പാതിവാരവും തരണം. ചിലരൊക്കെ തന്നു, ചിലരൊക്കെ പാതിവാരം തന്നു, കുറേ നെല്ല് ഞങ്ങളെ ലയിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഈ കൈവശപ്പെടുത്തി വച്ചിരുന്നവരോട് ഭൂമി ക്ഷേത്രത്തിൻ്റേതാണ്, ക്ഷേത്രത്തിന് വിട്ടുതരണമെന്നൊക്കെ ആവശ്യപ്പെടുകയും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തനം നടത്തുകയും ചെയ്തു. എങ്കിലും കാര്യമായി ഒന്നും നടന്നില്ല. ചെറിയ ചില സംഗതികളൊക്കെ നടത്താനേ പറ്റുള്ളൂ. അതുകൊണ്ട് 1974 കാലത്ത് ഞങ്ങൾ കുറേ കൂടി വിശാലമായ ഒരു സംഘടന ഉണ്ടാക്കി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി. കാരണം അന്ന് ക്ഷേത്രം ഭരിക്കാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ദേവസ്വം ബോർഡിനെയൊക്കെ സമീപിച്ചു. ദേവസ്വം ബോർഡിൻ്റെ ഒരു മെമ്പർ അവിടെ വന്ന് കണ്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും ക്ഷേത്രം ദേവസ്വം ബോർഡ് എടുത്തില്ല. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി, ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതിനൊരു ബൈലയൊക്കെ എഴുതി ഉണ്ടാക്കിയാണ് അന്നത് ഉണ്ടാക്കിയത്. എന്നാൽ 1974 ആയ കാലഘട്ടത്തിൽ എനിക്ക് ഈ ക്ഷേത്ര കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. എനിക്കും എന്നെപ്പോലെ ഇതിൽ സജീവമായിട്ട് നിന്ന ചില ആൾക്കാർക്കുമൊക്കെ വിട്ടുപോകേണ്ടി വന്നു. പിന്നെ ദീർഘകാലം ഞങ്ങൾക്ക് ക്ഷേത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ക്ഷേത്രം പിന്നീട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഞങ്ങളുണ്ടാക്കിയ ഈ സംരക്ഷണ സമിതിയിൽ നാട്ടുകാർ 5 കൊല്ലത്തിലൊരിക്കൽ ഒരു തിരഞ്ഞെടുപ്പ് പോലെയൊക്കെ നടത്തി പുതിയ ആളുകൾ വരും. അവരെല്ലാവരും പല പ്രാവശ്യം വന്നു പോയപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെല്ലാം നാട്ടുകാരുടെ വകയായിട്ട് മാറി. ഈ പാട്ടവും പാതിവാരവുമായിട്ട് കൃഷി ചെയ്തിരുന്ന 100 കണക്കിന് ഏക്കർ ഭൂമി നാട്ടുകാർ സ്വന്തമാക്കി. ഈ കഴിഞ്ഞ 50 കൊല്ലം, കൃത്യമായി പറഞ്ഞാൽ 1970 തൊട്ട് ഇന്ന് വരെ
ഈ ഭൂമികളിൽ നിന്ന് ക്ഷേത്രത്തിന് യാതൊരു വക അനുഭവങ്ങളും ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നാട്ടുകാർ ക്ഷേത്രത്തിൽ അനേകം ഏക്കർ ഭൂമിയിൽ മണ്ണ് കുഴിച്ചെടുത്ത് ചുടുകട്ട ഉണ്ടാക്കി വിറ്റു, തെങ്ങും റബ്ബറും ഒക്കെ വെച്ചു അവർ ആദായം എടുക്കാൻ തുടങ്ങി. മരങ്ങൾ വിറ്റു, അവിടെ ഒരു കാവ് ക്ഷേത്രത്തിൻ്റെ അതിലുള്ള വൻ മരങ്ങൾ മുറിച്ച് വിറ്റു. അങ്ങനെയൊക്കെ ഒരുപാട് ദുരുപയോഗങ്ങൾ നാട്ടുകാർ നടത്തി. അന്ന് ഈ സംവിധാനക്കാർ അന്ന് ഈ സംരക്ഷണ സമിതിക്കാർ തന്നെയാണ് ഈ നാട്ടുകാർ. അതിൻ്റെ സമീപത്തുള്ളവരെല്ലാവരും ഈ സംരക്ഷണ സമിതി എന്ന് പറയുന്നതുകൊണ്ട് അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ആരും ഇതിനെ ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യാൻ ആരുമില്ല. ആരും ഇതിനെ ചോദ്യം ചെയ്യാനില്ല. നാട്ടുകാരെല്ലാമാണ് ഇത് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ അവസ്ഥ, ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഗണ്യമായ പങ്കും നാട്ടുകാരുടെ കയ്യിൽ, ഗണ്യമായതല്ല, ഏകദേശം പൂർണ്ണമായും തന്നെ പറയാം. ക്ഷേത്ര കാമ്പൗണ്ട് 4-5 ഏക്കർ ഭൂമിയും മറ്റേ ക്ഷേത്രത്തിൽ നിന്ന് സ്വന്തമായി കൈവശമുള്ളൂ. ബാക്കി ഭൂമി മുഴുവൻ അവരുടെ നാട്ടുകാരുടെ കൈവശമാണ്. അവർ കൃത്രിമമായിട്ട് പ്രമാണങ്ങളുണ്ടാക്കി, പട്ടയങ്ങളുണ്ടാക്കി, പോക്കുവരവ് ചെയ്തു, കരംതീരുക ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു അവർ കൈവശം വെച്ചിരിക്കുകയാണ്. അവരിനി ക്ഷേത്രത്തിന് ഈ ഭൂമി കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ആണ്ടുതോറും കാര്യമായി ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അന്നദാനം നടത്തുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് അതൊക്കെ ഞങ്ങൾ നടത്തും, പക്ഷേ ക്ഷേത്രത്തിൻ്റെ വക ഞങ്ങൾ ഇനി വിട്ടുതരില്ല. അതിന് അവർ പറയുന്ന പോയിൻ്റ് 1957-58 കാലത്ത് നമ്മുടെ കേരള സർക്കാർ, അന്ന് കേരളം രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായ ഭൂപരിഷ്കരണ നിയമങ്ങളിൽ ഇത്തരം ഭൂമികൾ, ക്ഷേത്ര ഭൂമികൾ അത് വിട്ടുകൊടുക്കേണ്ട, അതിൻ്റെ കൈവശക്കാർക്ക്, കൃഷിക്കാർക്ക് അത് പതിച്ചു കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അവർ വ്യാജമായിട്ട് അവിടെ പ്രചരിപ്പിച്ചു. അതിനുശേഷം അവർ 1970 കാലത്തിന് ശേഷം അവർ ലാൻഡ് ട്രിബ്യൂണൽ കോടതികളിലൊക്കെ പോയി. ദീർഘകാലം നടന്നിട്ടും അവർക്കത് പതിച്ചു കൊടുത്തില്ല. അതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തമായിട്ട് എന്നെ പോലെയുള്ളവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ദീർഘകാലം 10-30 കൊല്ലം പിന്നെ എനിക്ക് ഈ ക്ഷേത്ര കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ല. അതിന് ശേഷം ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം ഇടപെട്ടു. ഒരു കൊല്ലം ഒരു ഇടക്കാല സെക്രട്ടറി, ഈ സംവിധാനത്തിൻ്റെ സെക്രട്ടറി ആയി. അന്നൊരു കൊടിമരമൊക്കെ അവിടെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ വീണ്ടും വിട്ടുപോയി. അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംഭവം, ഈ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ക്ഷേത്രഭൂമിയിലൂടെ ഒരു ഹൈവേ നിർമ്മിക്കുന്നു. അതിനുവേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്തു, കുറേ ഭൂമി ഏറ്റെടുത്തു. ആ ഹൈവേ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം നാവായിക്കുളം ഹൈവേ ആണ്. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡെന്ന് പറയുന്ന ആ റോഡാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അനേകം ഏക്കർ ഭൂമി, നിലം, ഈ ക്ഷേത്രവക നിലങ്ങൾ ഏറ്റെടുത്തു സർക്കാർ. അന്ന് ക്ഷേത്രത്തിന് കിട്ടേണ്ട ഈ ഭൂമി ഏറ്റെടുത്തപ്പോൾ ഈ ക്ഷേത്രവക ഭൂമികൾക്ക് ആയിരുന്ന ഭൂമികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തത് നാട്ടുകാർക്കാണ്. അതിന് ലാൻഡ് അക്വിസിഷൻകാർ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ല, ഞാനത് അറിഞ്ഞതുമില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞ ഈ പണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പറഞ്ഞത് അവരുടെ കയ്യിൽ പട്ടയമുണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് അതാണ് അവരുടെ ഉടമസ്ഥാവകാശം. പട്ടയം ജെന്യൂണാണെന്ന് നോക്കിയാൽ മതി ഞങ്ങൾക്ക്, അല്ലാതെ അതിൻ്റെ മറ്റു കാര്യം. എന്നാൽ അങ്ങനെയല്ല. 2014 ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുൻ പ്രമാണങ്ങളൊക്കെ നോക്കണം, എവിടെ നിന്ന് വന്ന് ഈ ഭൂമി എന്നൊക്കെ നോക്കണം. ഇവരതൊന്നും നോക്കില്ല. അതെല്ലാം ചക്രത്തിൻ്റെ പുറത്ത്, കാശിൻ്റെ പുറത്ത് കഴിഞ്ഞു പോയതായിരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഒരു 10-15 കോടി രൂപ നാട്ടുകാർ ഈ ഭൂമി, ക്ഷേത്രഭൂമി സർക്കാരിനെ വിട്ടുകൊടുത്ത് അവർ കൈവശപ്പെടുത്തി. ഒരു 3-4 കോടി രൂപ സർക്കാരിന്, അല്ല ദേവസ്വത്തിന് തന്നെ ഇവിടെ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. കളക്ടർ ഇതുവരെ ആ തുക റിലീസ് ചെയ്തിട്ടില്ല. അത് വലിയ സാങ്കേതിക പ്രതിസന്ധി കിടക്കുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിന് നിശ്ചിതമായ ഒരു ഭരണ സംവിധാനമില്ല. കാരണം ഈ ക്ഷേത്രത്തിലുണ്ടായ ഈ ഭരണസമിതി ആയിട്ട് ഇവർ മാറ്റിയത് ക്ഷേത്ര സംരക്ഷണ സമിതി. അത് ഉണ്ടാക്കിയത് ഞാനും അന്ന് എൻ്റെ കൂടെയുള്ള ചിലരും കൂടിയാണ് ഞങ്ങളതിന് തുടക്കം കുറിച്ചത്. ആദ്യം പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കി, അതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ കൂടെ വിശാലമായിട്ടുണ്ടാക്കിയതാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതി. അത് ഭരണസമിതിയല്ല, ഭരിക്കാൻ പറ്റില്ല. അതിന് 1079 ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആക്ട് അനുസരിച്ചാണ് രാജാവ് ഈ ക്ഷേത്രഭരണം ട്രസ്റ്റ് നിയമിച്ച് കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ നിയമമാണ് ഇന്നും ഉള്ളത്. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടില്ല. അപ്പം ദേവസ്വം നിയമമൊന്നും അവിടെ വന്നിട്ടില്ല, മറ്റൊരു നിയമങ്ങളും വന്നിട്ടില്ല. സർക്കാർ ഒരു സംവിധാനവും ഉണ്ടാക്കിയില്ല. ഇന്നും ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആക്ട് അതനുസരിച്ച് നാട്ടുകാർക്ക് ഈ ക്ഷേത്രം ഭരിക്കാൻ അവകാശമില്ല. പിന്നെ എങ്ങനെ ഈ നാട്ടുകാർ ഭരണസമിതി എന്നും പറഞ്ഞും അതിൻ്റെ സെക്രട്ടറി എന്നും പറഞ്ഞ് എന്നാൽ കളക്ടർ കൊടുക്കും? അങ്ങനെ അത് കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല.
അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ ചെയ്യുന്നതിന് അതാണ് പ്രധാന കാരണം. അതായത് നാട്ടുകാരിൽ പലരിലും പ്രമാണമുണ്ട്, പട്ടയമുണ്ട്, കരം തീർത്ത രസീതുണ്ട്, അവർ പോക്കുവരവ് ചെയ്യിച്ചിട്ടുണ്ട്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്നാണ് നാട്ടുകാർ പലരും പറയുന്നത്. ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതെല്ലാം കൊടുത്തത് പിന്നെ അധികൃതർ തന്നെയാണ്. അതായത് പട്ടയം ക്രയ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തത് തഹസീൽദാർ തന്നെയാണ്. മറ്റേ ലാൻഡ് ട്രൈബ്യൂണൽ ഈ കേസുകൾ 20 കൊല്ലത്തിന് ശേഷം തള്ളി. 20 കൊല്ലത്തോളം ലാൻഡ് ട്രൈബ്യൂണൽ, അതിനുശേഷം അത് തഹസീൽദാർമാർ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ആണ് ഗവൺമെൻറ് ഉത്തരവായത്. അതനുസരിച്ച് അന്ന് നാട്ടുകാർ അന്നത്തെ തഹസീൽദാരെ സ്വാധീനിച്ച് അവർ ക്രയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൃത്രിമമായിട്ട്. ഈ ക്രയ സർട്ടിഫിക്കറ്റ് തഹസീൽദാർ കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ തഹസീൽദാർ കൊടുത്തത് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ കൊടുത്തു, ഏത് തരത്തിൽ കൊടുത്തത്, നിയമപരമാണോ എന്ന് ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല, ചോദിച്ചില്ല. അതുപോലെ ഈ ക്ഷേത്ര സ്വത്തുക്കൾ എല്ലാവരും കൂടി പങ്കുവെച്ച് 10-100 ഏക്കറോളം ഭൂമിയാണ് ഇപ്പോൾ കരയും പുരയിടവുമായിട്ടുള്ളത്. പിന്നെ വേറെ വില്ലേജുകളിലും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇതുപോലെ ആളുകൾ കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാവുന്നവരും ക്ഷേത്രത്തെ പൊതുവെ ക്ഷേത്രത്തിലെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും അറിയാൻ വേണ്ടിയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 3-4 വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിധികളിൽ പറയുന്നത് ഒരു വസ്തുവിന് ആധാരം, അതായത് പ്രമാണം, അത് കഴിഞ്ഞ് പട്ടയം അല്ലെങ്കിൽ ക്രയ സർട്ടിഫിക്കറ്റ്, പോക്കുവരവ് അല്ലെങ്കിൽ തണ്ടപ്പേരൊക്കെ ഉണ്ട്, കരംതീരുവ രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വസ്തുവിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ്. ആ ഉടമസ്ഥന് ആണ് അതിൻ്റെ അവകാശമെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഈ രേഖകളൊക്കെ അത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള രേഖകളാണ് എന്നാണ് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ രേഖകൾ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആരും കോടതിയിൽ ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം അവരുടെ വകയായിട്ടിരിക്കും. കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ രേഖകളുടെ എല്ലാം യഥാർത്ഥ വസ്തുത കോടതിയിൽ ഈ കൈവശക്കാർ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇവർ തെറ്റും, അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഇതെല്ലാം കൃത്രിമമായിട്ട് നിയമപരമായിട്ട് രാഷ്ട്രീയക്കാരുടെ പ്രേരണ, ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനം, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ആ നാട്ടിലുള്ള 3-4 റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാർ എല്ലാം കൂടെ ചേർന്ന ഒരു ഗൂഢസംഘമാണ് ഇത് ചെയ്തത്. ഈ വസ്തുവിന് ക്രയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈ കൂട്ടമായിട്ട് ഒരു 5-6 ഏക്കറിന് ക്രയ സർട്ടിഫിക്കറ്റ്, അതാണ് ഇപ്പോൾ റോഡിന് വേണ്ടി ഏറ്റെടുക്കുകയും 10-15 കോടി ഇവർക്ക് കിട്ടുകയും ചെയ്തത്. ഇവർ കരുതിക്കുട്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന കാര്യം ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പ്രമാണങ്ങളും പട്ടയങ്ങളും എല്ലാം നിയമപ്രകാരം ഉള്ളതല്ല എന്നും നമ്മൾ തെളിയിക്കേണ്ടി വരും. അതിനാര് പോകും? ആ നാട്ടിൽ ഒരാൾ പോലും പോകില്ല. ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഈ കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശാവകാശം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ അവർക്ക് പതിച്ചു കൊടുക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച്, ക്ഷേത്ര വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച മാനുവലുണ്ട്, അതിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രം വഖഫ് നിയമം പോലെ മുൻകാലങ്ങളിൽ മുൻ തലമുറയിൽപ്പെട്ടവർ ക്ഷേത്രത്തിന് സമർപ്പിച്ച ഭൂമികളാണ്. ഇതാർക്കും പതിച്ചെടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. അപ്പോൾ ഇവർ കൃത്രിമം കാട്ടി ഇവർ പതിച്ചു വച്ചിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ക്രയ സർട്ടിഫിക്കറ്റ് അന്ന് തഹസീൽദാർ കൊടുക്കുന്നവനെ അപ്പോഴും തന്നെ RDOയ്ക്കോ കളക്ടർക്കോ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പണം ഇപ്പോൾ റോഡിന് അക്വയർ ചെയ്തപ്പോൾ പണം കൊടുത്തതിന് മുമ്പ് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തെങ്കിൽ ഇത് പെൻഡിങ്ങിലായിട്ട് അവിടെ വച്ചിരുന്നതിനായിരുന്നു. അതിനാരും പോയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം നാട്ടുകാർ തയ്യാറാക്കിയത് സ്ഥലം വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, പിന്നെ അതുപോലുള്ള താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ് വരെ അറിഞ്ഞും കൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്തെന്നാണ് പറയുന്നത്. അത് ഈ പതിച്ചു ക്രയ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചില കുറേ ഭൂമിയൊക്കെ ഈ ക്ഷേത്ര ഭരണസമിതി എന്ന് ഇന്ന് അവകാശപ്പെടുന്ന അവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ എന്ത് അധികാരം? നിയമപരമല്ലാത്ത ഒരു ഭരണസമിതിക്ക് ക്ഷേത്ര വസ്തുക്കൾ കൃഷിക്കാർക്ക് അതിൽ പട്ടയം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് കൊടുക്കാൻ ആർക്കാണ് അധികാരം?
നിയമപരമായ ഒരു ഭരണാധികാരിക്കല്ലേ അങ്ങനെയുള്ള അവകാശം. നിയമപരമായിട്ട് ഭരണാധികാരിയെ നിയമിച്ച ട്രസ്റ്റിയെ നിയമിച്ച ഉത്തരവിൽ തന്നെ രാജാവ് പറഞ്ഞിരുന്നു യാതൊരു തരത്തിലും ഈ ക്ഷേത്രഭാഗ വസ്തുക്കളിൽ അന്യാധീനപ്പെടുത്താൻ പാടില്ല. വ്യക്തമായി 1, 2, 3 എന്നും പറഞ്ഞ് അതിൽ അവർ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വർക്കല ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും സൂപ്രണ്ടും അറിയാതെ ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇപ്പോൾ അവിടെ ഈ വില്ലേജിൽ ഇത് ഡിജിറ്റൽ സർവേ നടത്തുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി സംഘടിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഡിജിറ്റൽ സർവേ നടത്തി അത് അവർ ഫിക്സ് ചെയ്താൽ പിന്നെ അത് മാറ്റാനൊക്കെ വലിയ പാടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ സ്വാധീനിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഒരു പ്രധാന ഘടകമാണ് ഇതിനകത്ത്. അവരെ സ്വാധീനിച്ച് ഇവരെ കൈവശം ഇരിക്കുന്ന ഇവർ ഈ കള്ളപ്രമാണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കൾ അങ്ങ് ഫിക്സ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ പോയി. അപ്പം ഞാൻ എന്തിനത് പോയെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു നാട്ടുകാരൻ മാത്രമാണ്. ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ തുടക്കം കുറിച്ചത്. അപ്പോൾ വയസ്സായെങ്കിലും എനിക്കതിൽ വലിയ മാനസിക വിഷമമുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ഇല്ലെങ്കിൽ ക്ഷേത്രം എങ്ങനെ പ്രവർത്തിക്കും? ദേവസ്വം ബോർഡ് എടുത്ത ക്ഷേത്രങ്ങളുടെ ഭൂമികൾ ആളുകൾക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ് ക്ഷേത്രത്തിന്. ഇതങ്ങനെയല്ല. ഇത് ഈ വരുമാനമില്ലെങ്കിൽ ക്ഷേത്രം എങ്ങനെ ആളുകൾ കൊടുക്കുന്ന പൈസ ഇന്ന് കൊടുക്കുന്നത് നാളെ കൊടുക്കുമെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് ആ വരുമാനം കൊണ്ട് ക്ഷേത്രം പ്രവർത്തിക്കാനൊക്കില്ല. അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് അർഹതയില്ലാത്തത് എങ്ങനെ അവർ സ്വന്തമാക്കും? അപ്പോൾ കൃത്രിമ മാർഗത്തിൽ കൂടെ ഈ നാട്ടുകാർ സ്വന്തമാക്കി ഈ തരത്തിൽ പ്രവർത്തി. എൻ്റെ നാട്ടുകാർ തന്നെ, എൻ്റെ ബന്ധുക്കളും ഉൾപ്പെടും അതിൽ. ഇവരെല്ലാം കൂടെ ചെയ്തിരിക്കുന്ന ഈ പരിപാടി വളരെ കഷ്ടവും വളരെ സങ്കടകരവുമാണ്. അപ്പോൾ ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ഈ ക്ഷേത്രത്തെ വിശ്വസിക്കുന്നവരും ക്ഷേത്രത്തെ ആരാധിക്കുന്നവരും മുന്നോട്ട് വരണം. ഞാൻ ഈ കുറേ വീഡിയോകളൊക്കെ ഇട്ടിട്ട് ആരും ഇതുവരെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത് കേൾക്കുന്നവരെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ഇനി ഇത് സ്വന്തമാക്കി ക്ഷേത്രത്തിന് കൊണ്ടുവരണമെങ്കിൽ ആരെങ്കിലും ഇറങ്ങി ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോകണം. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, കീഴ്ക്കോടതികൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതല്ല അവർ പണമുണ്ട്, അവരിപ്പം വീമ്പളക്കണ അങ്ങനെയാണ്, ഞങ്ങൾ പണമുണ്ട്, ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും, 1 സെൻറ്റ് ഭൂമിയും വിട്ടുകൊടുക്കില്ല, അമ്പലത്തിന് കൊടുക്കില്ല, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. എങ്ങനെ അവകാശപ്പെട്ട? ഇപ്പം കൈവശം ഇരിക്കുന്നത് ഒരുപാട് പേര് കൃഷിക്കാരൊന്നുമല്ല, അവരെല്ലാം ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് ഈ കൃഷിക്കാരെന്നും പറഞ്ഞ് കുറേ പേര് കള്ളപ്പട്ടയമൊക്കെ ഉണ്ടാക്കി അവരിൽ നിന്ന് എഴുതിയൊക്കെ മേടിച്ച് കള്ളത്തരത്തിൽ കൂടെ പ്രമാണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവരും ജെന്യൂൻ ഈ കൃഷിക്കാരൊന്നുമല്ല. അവർക്ക് കുറേ പേർക്ക് കോടിക്കണക്കിന് രൂപകൾ കിട്ടി. ഒരു ദിവസം സുപ്രഭാതത്തിൽ കാലത്തെ വിളിച്ചുണർത്തി 70 ലക്ഷം 80 ലക്ഷം 1 കോടി ഒക്കെ കയ്യിൽ വെച്ച് കൊടുത്തു. ലോട്ടറി അടിച്ചാണത്. അവർ ചില 50,000 40,000 30,000 ഒക്കെ രൂപ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് കൈമാറ്റി അവർ കൃഷിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടവർക്ക് ഇവർ ഈ പൈസ കൊടുത്തിട്ട് അവരെ പേരിലാക്കി വാക്കാലാക്കി എന്നിട്ടത് അവർ രേഖാമൂലമൊക്കെ ആക്കിയാണ് ഈ വസ്തു കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഹിമാലയൻ എഫർട്ട് തന്നെ ഈ വസ്തുവിന് ദേവസ്വത്തിന് സ്വന്തമാക്കണമെങ്കിൽ നടത്തണം. ഞാൻ ഒരാൾ പോലും ആ നാട്ടിലുള്ള ഒരാൾ പോലും, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, ആ നാട്ടിലല്ല. അപ്പോൾ ഒരാൾ പോലും ആ നാട്ടിലുള്ളവർ, ഞാനിതിന് മുമ്പ് ബിറ്റ് നോട്ടീസ് ഇറക്കിയൊക്കെ ആളുകളുടെ അടുത്ത് ഇതിനെ ബോധവൽക്കരണമൊക്കെ നടത്തി ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞാൻ എന്നിട്ട് ഈ ദേവസ്വം വസ്തു ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് കിട്ടാൻ അർഹതയുണ്ടോ, എനിക്ക് ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ നോക്കി ഞാൻ വക്കീലന്മാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ എല്ലാം പറഞ്ഞത് ഇല്ലെങ്കിൽ നിയമത്തിൽ അങ്ങനെ ഈ ക്ഷേത്രം ഇത് വഖഫ് നിയമം പോലെയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ആർക്കും പതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ഏവൻ ജമ്മിയല്ല, പരിധിക്ക് അപ്പുറത്തുള്ള ഭൂമിയല്ല. അതൊക്കെ നോക്കി അതിലൊന്നും ഇത് പെടില്ല. അപ്പോൾ കൃത്രിമമായിട്ട് ഇവരിത് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് ഇനിയിപ്പം ഡിജിറ്റൽ സർവേക്കാർ കാശ് മേടിച്ചും കൊണ്ട് അവരിത് തീർച്ചയായിട്ടും ഈ കൈവശക്കാരുടെ വകയാണെന്ന് അവർ മാർക്ക് ചെയ്ത് ഇത് പ്രമാണമാക്കി രേഖയായിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ യുദ്ധം ചെറിയ തോതിലൊന്നും യുദ്ധം അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ക്ഷേത്രവിശ്വാസികളായ ആൾക്കാർ ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന് പ്രതികരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. വീണ്ടും ഇതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നമസ്കാരം.